കണ്ടോ ഇതുണ്ടോ ഇത് മുഴുവൻ കഴിഞ്ഞ മാസം സത്യശീലന് കൊടുത്ത പൈസേന്റെ കണക്കാ ഇനിയൊന്നും കമ്മീഷൻ നമുക്ക് വന്നില്ല എന്താ പറയാത്ത സാറ് ഞാൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ പോയി സത്യശീല എടുത്ത് സത്യശീല പൈസ തരീന്ന് ചോദിച്ചാൽ കിട്ടൂല ആ അതിന്റെ മയം പോലെ ചോദിക്കണോ മാഞ്ഞാളം കൊഞ്ചലൊന്നും നടക്കൂല അവിടെ സാർ ഞാനൊരു 100 വട്ടം ചോദിച്ചു എന്നാൽ ഇനി ഓന് കൊടുക്കാനുള്ള ബില്ലൊന്നും പാസ്സാക്കണ്ട ഒക്കെ ഇവിടെ പെൻഡിങ്ങിൽ ഇവിടെ കിടന്നോട്ടെ ഇന്ന കണ്ടതിന് ശേഷം ഇനി ഓന് പൈസ കൊടുത്താൽ മതി കേട്ടോ നമുക്കും പെരൽ രസം മേടിക്കണം അതാണ് ഓൻ മാത്രം ജീവിച്ചാൽ പോരാ നിങ്ങൾ പച്ചക്കറി മേടിക്കണ്ടേ വേണം 2 ദിവസം മനുഷ്യ ഇവിടെ ലീവ് ആയാൽ ഇവിടെ ആകെ അൽക്കുലത്താക്കി വെക്കുന്നുണ്ട് ഈ ഓഫീസ് സാർ ഞാൻ ഇതെന്താ ജാതിയായിട്ട് ആൾക്കാർ നാളെ മുതൽ സാറിന് കാറ് കഴുകാൻ പറ്റില്ല അതിന്റെ കാറ് സിസിക്കാരുണ്ടായോ അതൊന്നുമല്ല കാറ് സാറ് കഴുകുന്ന പൈപ്പില്ലേ അല്ല സാറ് വണ്ടി കഴുകുന്ന ആ പൈപ്പ് വേണ്ട ഈ മഹാന്മാരെല്ലാം അവിടെ പൊട്ടിച്ചു എന്തിന്റെ കേടായിരിക്കും അത് എന്താ അതിന്റെ കാര്യങ്ങൾ നിങ്ങൾ വക്കതായിട്ട് മനസ്സിലാവണോ ഈ എങ്ങായി വന്ന് കണ്ടത് ഇത് പൊട്ടിയതിന് ശേഷമാണ് അവിടെ അതിന്റെ മുമ്പിൽ ഒരു ബോർഡും വെച്ചിട്ടുണ്ട് ജലം പാഴാക്കരുത് പറഞ്ഞിട്ട് ഇതിന്റെ ഉള്ളിൽ നിന്ന് മൊത്തത്തിൽ വെള്ളം പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കായിരുന്നു അപ്പൊ അതൊന്ന് നിർത്തലാക്കാൻ വേണ്ടിട്ട് ഞാൻ അതൊന്ന് പിടിച്ച് തിരിച്ച് ഇതല്ലാണ്ട് ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല പൈപ്പ് മുഴുവൻ ഇങ്ങനെ പറിച്ചാൽ നിങ്ങൾ പോയിട്ട് അത് ഞങ്ങൾ പറിച്ചല്ല എന്താ പറഞ്ഞ മനസ്സിലാത്ത സുഹൃത്ത അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് ഒട്ടിച്ചു വെച്ചേക്കണതല്ലേ ഒട്ടിച്ച് വെക്കാൻ നമ്മൾ പെട്ട കഷ്ടപ്പാട് പറഞ്ഞു കൊടുക്കണോ അതെ ഇവിടെ പ്ലംബറെ കിട്ടാത്തത് കൊണ്ട് ഇത് പുറത്തുനിന്ന് ആളെ വിളിച്ച് ഞങ്ങൾ വല്ല വിധേന ഇത് 500-1000 രൂപ കൊടുത്ത് ശരിയാക്കിയതാണ് അല്ലേ അങ്ങ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഹിമാലയത്തിലൊന്നല്ലോ അങ്ങനെ വാട്ടർ അതോറിറ്റി ഓഫീസ് ഇരിക്കണേ ഇവിടുന്ന് ഒരാളെ നിങ്ങൾക്ക് ഈ പൈപ്പ് നേരാക്കാൻ കിട്ടുന്നില്ല വെച്ചാ പിന്നെ ഈ നാട്ടിലെ കാര്യം എന്തായിരിക്കും നമ്മളെ നന്നാക്കാൻ വന്നോ നിങ്ങൾ നന്നാക്കാൻ വേണല്ലേ ഞങ്ങളുടെ നാട്ടിലത്തെ പൈപ്പ് നന്നാക്കാനുള്ള കാര്യം പറയാൻ ഞങ്ങൾ ഇവിടെ വന്നത് ഞങ്ങൾക്കൊരു കാര്യം പറയാൻ എന്താ നിങ്ങൾ ആ പൈപ്പ് ചേർത്ത് വെച്ചാല് ഇതൊന്നും ഇപ്പൊ വെള്ളമൊന്നും പറ്റില്ല ഞാൻ കാര്യം പറഞ്ഞത് ഞങ്ങളുടെ നാട്ടില് ഒരു പൈപ്പ് പൊട്ടിട്ട് ഇപ്പൊ ദിവസം 2 കഴിഞ്ഞ് ഇപ്പൊ ആ റോഡ് മുഴുവൻ വെള്ളം കെട്ടിക്കിടക്കാണ് ഇപ്പൊ ആ റോഡ് കംപ്ലൈന്റ് ആയിട്ടില്ല അത് ആവും ഈ വെള്ളം അങ്ങനെ പാഴായിക്കൊണ്ടിരിക്കാണ് നിങ്ങൾ അതിനെന്താണ് ഒരു നടപടി എടുക്കാത്തത് നിങ്ങളുടെ നാട്ടിൽ മാത്രമല്ല പൈപ്പ് പൊട്ടുന്നേ പൈപ്പ് പല സ്ഥലത്തും പൊട്ടുന്നുണ്ട് ഓരോന്നായിട്ട് നന്നായിക്കൊണ്ടിരിക്കാൻ ഞങ്ങള് അങ്ങോട്ടേക്ക് എത്തുന്നുള്ളൂ നേരത്തെ കംപ്ലൈന്റ് ഒന്നും കിട്ടിയില്ലല്ലോ ഞങ്ങൾക്ക് ഞങ്ങളിപ്പോ ഇത് പഞ്ചായത്തിൽ ചെന്നപ്പോഴാണ് പറഞ്ഞത് ഇത് ഇവിടെ വന്ന് പറയണം ഇതിന് മുമ്പുള്ള എന്താ ഏജൻസിയാണ് അതാണ് ഇതൊക്കെ ഒന്നും പറയണ്ട ഞങ്ങൾ അവിടെ ഒരുവിധ സ്ഥലത്തൊക്കെ നടന്നിട്ടാണ് വരുന്നത് എന്തായാലും ഇവിടെ പറഞ്ഞല്ലോ ഇനി ഞങ്ങൾ അതിന്റെ കാര്യങ്ങൾ നോക്കിക്കോ സാർ അതങ്ങനെ പതുക്കെ പറ്റില്ല ഇപ്പാണെങ്കിൽ തുടങ്ങിയിട്ടുള്ളൂ ഒരു ചെറിയ പൊട്ടലേ ഉള്ളൂ അതിന് ഒരാഴ്ചക്ക് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിന്റെ ഫോഴ്സ് കൂടിയിട്ട് ആ റോഡ് മുഴുവൻ പൊട്ടിപ്പൊളിയോ അതാ ആരെങ്കിലും ആര് പ്ലംബറാ ഇനി മണ്ണിന്റെ അടിയത്തെ കാര്യം അങ്ങനെ ഊഹിച്ച് പറയേ മൂപ്പരാരാ ജോത്സ്യനായിരിക്കും കേട്ടോ നിങ്ങളെ പെരയല്ലേ നമ്മളെ ഓഫീസാ നിങ്ങളുടെ ഓഫീസാ ഞങ്ങൾക്ക് വായ തോന്നി പറയാ ഞങ്ങൾ ഇവിടെ നിന്നുള്ള ആൾക്കാർ പറയൂ ഞങ്ങൾ പറയുമ്പോ നിങ്ങൾ ഉണ്ടാകാതെ കുത്തിരിക്കും ഇത് നാട്ടുകാരുടെ കാര്യങ്ങൾ ശരിയാക്കാൻ നിങ്ങൾക്ക് ശമ്പളം തന്ന് ഞങ്ങൾ ഇവിടെ ഇട്ടേക്കണം എന്താണ് നിങ്ങൾ വർത്താനം പറയരുത് നിങ്ങൾ വർത്താനം പറയരുത് നിങ്ങൾ ഇതിന് നിലപാട് എടുക്കുന്നുണ്ടോ ഇല്ലേ നിങ്ങൾ നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങളുടെ കുടിയിലത്തെ പൈപ്പ് നേരായിക്കോളെ ഇത് ഞങ്ങളുടെ നാട്ടിലത്തെ പൈപ്പിന്റെ കാര്യമാണ് പറഞ്ഞത് അതിനാണ് നിങ്ങൾക്ക് ശമ്പളം തരുന്നത് അത് നേരാക്കണം ഒച്ചെടുക്കല്ല ഞാൻ പറയണ എവിടെ പിന്നെ കീറണ്ടേ അതെ ഇതിന്റെ വർക്കൊക്കെ കോൺട്രാക്ട് എടുത്തിരിക്കുന്നത് സത്യശീലം കോൺട്രാക്ടറാ ധാരാണ് ഈ സത്യശീല എവിടെ മൂപ്പര് സത്യശീല ഇവിടുത്തെ കോൺട്രാക്ട് ആണ് അപ്പുറത്തെ റൂമിലുണ്ട് വേണേ പോയി കണ്ടോളി അല്ല നിങ്ങൾ എന്തിനാ ചൂടായി സംസാരിക്കണേ നിങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് മയത്തിൽ സംസാരിക്കും നമുക്ക് ഇത്രയും മയമുള്ളൂ ഈ മയത്തിലൊക്കെ കേൾക്കാൻ പറ്റുമെങ്കിൽ കേട്ടാ മതി ഇതൊന്നും നമുക്ക് സംസാരിക്കാൻ പറ്റിയ ടീമല്ല കേട്ടോ ഒന്നാമത് ഇവരോട് എന്തിനാ സംസാരിക്കണേ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിട്ട് പോയാൽ മതി എത്രയാവും പൈസ 3300 ആർക്കാ ഈ 300 ആർക്കാണ് 3000 മനസ്സിലായി 1000 300 ആർക്കാ അല്ല അതൊന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല എന്നാ പിന്നെ ഇതിന്റെ കാര്യങ്ങൾ അറിയേണ്ട ആവശ്യമില്ല ഞങ്ങൾ പറ്റുവെച്ചെങ്കിൽ അത് പിടിപ്പിച്ചോളി ഇല്ലെങ്കിൽ ഞങ്ങളുടെ കുടിയില വന്ന് കുടിച്ചോളി ഒന്ന് പോയിക്കാണോ അക്രമാസക്തരാവണ ആള് വേണ്ട മര്യാദക്ക് പൈപ്പ് നന്നാക്കിക്കോണം സാറേ ആ 3000 രൂപ ഇയാളെന്ന് മേടിക്കാം അതെ അല്ല അവിടെ വന്ന് പൈപ്പ് ശരിയാക്കണോ അല്ല പൈസ എടുക്കട്ടെ പൈസ ഞാൻ എടുത്തോളാം അല്ല വേണ്ട പൈസ ഞാൻ തരാന്നു എവിടുന്ന് വന്ന് കേറിയിട്ട് എന്റെ അപ്പൂപ്പന്റെ പ്രായമായി പോയി അച്ഛന്റെ പ്രായമായിരുന്നു ഞാൻ വല്ലതും പറഞ്ഞാണ് അല്ല സാറേ ചിലപ്പോഴേ ഒരു അക്രമാസക്തരാവും അതുകൊണ്ടാണ് ഞാനൊന്ന് ഒതുങ്ങിയതേ ഭയങ്കര ഒതുക്കുമായിരുന്നു പത്രത്തിൽ വായിച്ചല്ലേ സാർ വായിച്ചല്ലേ